വെൽക്കം ടു CC പ്ലസ്. എൻ്റെ പേര് സഫീന. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ CBSE അറബിക്കിലെ 9th ക്ലാസ്സിലെ CBSE 9th ക്ലാസ്സിലെ അറബിക്കിലെ 19th ചാപ്റ്റർ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് എക്സാം ഒക്കെ കഴിഞ്ഞ് രണ്ടാമത് സ്റ്റാർട്ടായി തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഫൈനൽ എക്സാം ഒക്കെ അടുത്തു. അപ്പോൾ ആ ഒരു ഫൈനൽ എക്സാമിലേക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും ഇനി നമുക്ക് അത്യാവശ്യമായിട്ടും വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 19th ചാപ്റ്റർ ആണ്. 9th CBSE അറബിക്കിലെ ചാപ്റ്റർ 19 ആണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഇതാണ് 19th ചാപ്റ്റർ. എന്താണ് ചാപ്റ്ററിന്റെ പേര്? ഫിസ് സ്വഫി. ആ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ അതൊരു ക്ലാസ് റൂം ആണ് അല്ലേ? സ്വഫ് മഅന ക്ലാസ് റൂം. ഫിസ് സ്വഫ് മീൻസ് ഇൻ ദി ക്ലാസ് റൂം. എന്താണ്? കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, ഒരു അധ്യാപകനുണ്ട്, പിന്നെ ഒരു ബ്ലാക്ക് ബോർഡും അവരുടെ പുറകിലുണ്ട്. എന്നിട്ട് സ്വബാഹൽ ഖൈർ എന്ന ഒരു ബ്ലാക്ക് ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. എന്താണ് സ്വബാഹൽ ഖൈർ എന്ന് പറഞ്ഞാൽ? അതൊരു സല്യൂട്ടേഷൻ ആണ് അല്ലേ? നമ്മൾ വിഷ് ചെയ്യുന്നതാണ്. എപ്പോ? ഗുഡ് മോർണിംഗ്, രാവിലെ നമ്മൾ പറയുന്നതാണ് സ്വബാഹൽ ഖൈർ. അപ്പോൾ ഒരു ക്ലാസ് റൂം ആണ് ആ പിക്ചറിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ നോക്കിയാലോ. ദഖല അൽ ഉസ്താദു സ്വഫ. ദഖല എൻറ്റേഴ്സ്. ആര്? അൽ ഉസ്താദ് അധ്യാപകൻ ക്ലാസ്സിലേക്ക് കയറി. അസ്വഫ് ക്ലാസ്സിലേക്ക് കയറി. ഖാമത്തുല്ലാബു ഇഹ്തിറാമൻ ലഹു വഖാമത ത്വാലിബാതു ഇഹ്തിറാമൻ ലഹു. കാമ മീൻസ് നിന്നു, എഴുന്നേറ്റ് നിന്നു. ആര്? അത്തുല്ലാബ് സ്റ്റുഡൻസ്. ഇഹ്തിറാമൻ ലഹു അധ്യാപകനോടുള്ള ബഹുമാനത്താൽ. ഇഹ്തിറാം ചിലപ്പോൾ ന്യൂ വേർഡ് ആയിരിക്കും, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇഹ്തിറാം മഅന വിത്ത് റെസ്പെക്ട് അഥവാ ബഹുമാനം കൊണ്ട്. ലഹു വഖാമത ത്വാലിബാതു ഇഹ്തിറാമൻ ലഹു വിദ്യാർത്ഥിനികളും നമ്മൾ നേരത്തെ തുല്ലാബാണ് പറഞ്ഞത്. തുല്ലാബ് വിദ്യാർത്ഥികളും, ത്വാലിബാത്ത് വിദ്യാർത്ഥിനികൾ. ഇഹ്തിറാമൻ ലഹു അദ്ദേഹത്തോടുള്ള ബഹുമാനത്താൽ. ജലസൽ ഉസ്താദു അലൽ കുർസിയിഹി എന്നിട്ട് അധ്യാപകന്റെ ചെയറിലിരുന്നു. വജലസത് തുല്ലാബ് അപ്പോൾ സ്റ്റുഡൻസും ഇരുന്നു. അലൽ കറാസി അവരുടെ സീറ്റിൽ അവരും ഇരുന്നു. വജലസത ത്വാലിബാത്ത് അലൽ ഖുറാസിയ പെൺകുട്ടികളും അവരുടെ സീറ്റിൽ ഇരുന്നു. എന്നിട്ട് ഉസ്താദ് ചോദിക്കുകയാണ്, യാ മുഹമ്മദ് ഐന കിതാബക്. ഹേ മുഹമ്മദ്, വെർ ഈസ് യുവർ ബുക്ക്? ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ഇരിക്കുന്ന സ്റ്റുഡന്റിനോട് ചോദിച്ചതാകാം. യാ മുഹമ്മദ് ഐന കിതാബുക്. മുഹമ്മദ്, ഹാദാ കിതാബി യാ സയ്യിദി. ദിസ് ഈസ് മൈ ബുക്ക് സാർ. ഇഫ്തഹ് കിതാബക യാ മുഹമ്മദ് വ ഇഖ്റഅ അദ്ദറസ്. ഇഫ്തഹ് ഓപ്പൺ ചെയ്യ നീ. കിതാബക്ക നിന്റെ ബുക്ക്. യാ മുഹമ്മദേ നീ നിന്റെ പുസ്തകം ഓപ്പൺ ചെയ്യ. വ ഇഖ്റഅ അദ്ദറസ എന്നിട്ട് ആ ഒരു ലെസൺ റീഡ് ചെയ്യാൻ മുഹമ്മദിനോട് പറയുകയാണ്. ആ ലെസൺ ബുക്ക് തുറന്ന് ആ ലെസൺ വായിക്ക്. ഇഫ്തഹു യാ ഔലാദ് എന്നിട്ട് സ്റ്റുഡൻസിനോട് മുഴുവനായിട്ട് പറയുകയാണ് ക്ലാസ് റൂമിലെ. കത്തബുക്കും ഇഖ്റഉ അദ്ദറസ. കുത്തുബുക്കും ഇഫ്തഹു യാ ഔലാദ് നിങ്ങൾ എല്ലാവരും ഓപ്പൺ ചെയ്യൂ. കുത്തുബക്കും നിങ്ങളുടെ ബുക്സ്. വ ഇഖ്റഉ അദ്ദറസ എന്നിട്ട് ആ ഒരു ചാപ്റ്റർ റീഡ് ചെയ്യുക. യാ ഫാത്തിമ ഐന ഖുറാസതുകി എന്നിട്ട് ഗേൾസിന്റെ സൈഡിലേക്ക് പോവാണേ. അവിടെ ഫസ്റ്റ് ഉണ്ടായ കുട്ടി ഫാത്തിമ ആയിരുന്നു. യാ ഫാത്തിമ, ഹേ ഫാത്തിമ ഐന ഖുറാസതിക, വെർ ഈസ് യുവർ നോട്ട്ബുക്ക്? ഫാത്തിമ, ഹാദിഹി ഖുറാസതി യാ സയ്യിദി. ഖുറാസത്ത് മഅന നോട്ട്ബുക്ക് കേട്ടോ. നമ്മൾ ദഫ്തർ എന്നൊക്കെയാണ് നോട്ട്ബുക്കിന് പഠിച്ചിരുന്നത്. ഖുറാസത്തും നോട്ട്ബുക്ക് ആണ്. നോട്ട് ചെയ്യണേ, പുതിയൊരു വേർഡാണ്. ഹാദിഹി ഖുറാസതി യാ സയ്യിദി, ദിസ് ഈസ് മൈ നോട്ട്ബുക്ക് സർ. ഇഫ്തഹി ഖുറാസതകി യാ ഫാത്തിമ എന്നിട്ട് ഫാത്തിമനോട് പറയാണ് ഇഫ്തഹി. ഇവിടെ ആ ഒരു ഇഫ്തഹി വേർഡിന് ചേഞ്ച് വന്നത് കണ്ടോ? നമ്മൾ ബോയ്സിനോട് നേരത്തെ മുഹമ്മദിനോട് പറഞ്ഞപ്പോൾ ഇഫ്തഹ് എന്നാണ് പറഞ്ഞത്. ഇവിടെ ഫാത്തിമ ഗേൾ ആയപ്പോൾ എന്താണ്? ഇഫ്തഹ് എന്ന് പറയാതെ ഇഫ്തഹി എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ അത് പ്ലൂറൽ ആയപ്പോൾ, ബോയ്സിന്റെ പ്ലൂറൽ ആയപ്പോൾ ഇഫ്തഹു. ഇഫ്തഹ് എന്നുള്ളത് പ്ലൂറൽ ആയപ്പോൾ ഇഫ്തഹു ആയി. ഇനി നമ്മൾ ഗേളിനോട് പറഞ്ഞപ്പോൾ അത് ഇഫ്തഹി ആയി. ഇതിന്റെ പ്ലൂറൽ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഖുറാസതകി യാ ഫാത്തിമ. ഫാത്തിമ നീ നിന്റെ നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്യുക. ഉക്തുബി അൽ കലിമാതി സുഅബ വ മആനിഹ നിനക്ക് പ്രയാസം തോന്നുന്ന ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ എഴുതിയെടുക്കുക. വ മആനിഹ
അതിന്റെ മീനിങ്സും എഴുതിയെടുക്കുക. എന്നിട്ട് ഗേൾ സ്റ്റുഡൻസിനോടായിട്ട് പറയാണ് ഇഫ്തഹ്ന. കണ്ടോ അവിടെ ഗേൾ ഫീമെയിൽ പ്ലൂറൽ ആയപ്പോ ഇഫ്തഹ്ന ആയി. ഇഫ്തഹി സിംഗുലർ ഫീമെയിൽ ആയിരുന്നു, ഇഫ്തഹ്ന പ്ലൂറൽ ഫീമെയിൽ ആണ്. അപ്പോൾ മെയിൽ സിംഗുലർ എന്തായിരുന്നു? ഇഫ്തഹ്. മെയിൽ പ്ലൂറൽ ഇഫ്തഹു. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഫിഅലുൽ അംറാണ്. ഖുറാസത്തിക്കുന്ന. നിങ്ങളെല്ലാവരും ഗേൾ സ്റ്റുഡൻസിനോട് പറയാണ്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ നോട്ട് ബുക്സ് ഓപ്പൺ ചെയ്യുക. യാ ബനാത്, ഹേ ഗേൾസ്, വഉക്തുബ്നൽ കലിമാത്ത് അസ്ഉബദ് വമആനിഹ. നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ എഴുതിയെടുക്കുക. വമആനിഹ, അതിന്റെ മീനിങ്സും. അൽ ഉസ്താദ്, യാ അബ്നായി വബനാതി. Hey, my dear students, my girls and boys. Abna mana boys, banat means girls. Ana sa'idun bikum lilaya. I am very proud of you. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പറ്റി വളരെയധികം സന്തോഷവാനാണ്. അൻതുൻ തുല്ലാബുൻ മുജ്തഹിദൂന വത്വാലിബാത്തുൻ മുജ്തഹിദാത്തുൻ. നിങ്ങൾ എങ്ങനെയുള്ള സ്റ്റുഡൻസ് ആണ്? നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. മുജ്തഹിദൂന ഹാർഡ് വർക്കിംഗ്, മുജ്തഹിദൂന തുല്ലാബ്. തുല്ലാബിന്റെ സിഫത്തായിട്ട് വന്നപ്പോൾ മുജ്തഹിദൂനയായി, കാരണം അത് മെയിൽ ആയിട്ടുള്ള വേർഡാണ്. ത്വാലിബാത്ത്, ത്വാലിബാത്ത് ഫീമെയിൽ ആണ്. അപ്പോൾ അതിന്റെ സിഫത്ത് എന്തായി? മുജ്തഹിദാത്തുൻ. മുജ്തഹിദൂനും മുജ്തഹിദാത്തുനും ഡിഫറൻസ് ശ്രദ്ധിക്കാട്ടോ. ഒത്തുല, നാളെ നമുക്ക് അവധിയായിരിക്കും. വൽജവു ഫി ഹാദിഹിൽ അയ്യാമു ലത്തീഫുൻ. ഇപ്പോഴത്തെ ആ ഒരു ക്ലൈമറ്റ് ഒക്കെ എന്താണ്? നല്ല ഒരു ക്ലൈമറ്റ് ആണ്. ഫൽനദ്ഹബു ഫി റിഹ്ലത്തിൻ ഇലാ ആഗ്ര. നമുക്ക് ഒരു യാത്ര പോയാലോ? റിഹ്ലത്ത് മാന ഒരു യാത്ര അല്ലെങ്കിൽ ടൂർ, വിസിറ്റ് ചെയ്താലോ? ടൂർ പോയാലോ? ഇല ആഗ്ര, എങ്ങോട്ടേക്കാണ്? ആഗ്രയിലേക്ക്. ലിനുഷാഹിദ, എന്തിനാണ്? കാണാൻ, വാച്ച് ചെയ്യാൻ. അത്താജ് മഹൽ, താജ്മഹൽ കാണാൻ ആഗ്രയിലേക്ക് പോയാലോ? മാ റഅയ്യുക്കും, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത്തുല്ലാബ്, അപ്പോൾ കുട്ടികൾ എല്ലാവരും, ബോയ്സ് എല്ലാവരും പറയാണ് നഹ്നു റാലൂൻ, ഞങ്ങൾ ഓക്കെയാണ്. ഫൽനദ്ഹബ്, നമുക്ക് പോകാം. അപ്പോൾ ഗേൾസും പറഞ്ഞു അത്വാലിബാത്ത് നഹ്നു റാലിയാത്തുൻ, ഞങ്ങളും ഓക്കെയാണ്. ഫൽനദ്ഹബ്, നമുക്ക് പോകാം. അപ്പോൾ ഉസ്താദ് ത്വയ്യബ്, ഗുഡ്. സൗഫ നാഹുദു സയ്യാറത്തുൻ ഉജിറ. നമുക്ക് എന്നാൽ ഒരു ടാക്സി, ഒരു റെന്റൽ ടാക്സി വിളിക്കാം നമുക്ക് എല്ലാവർക്കും വേണ്ടി. വനദ്ഹബു ഇലാ ആഗ്ര ലിമശാഹിദത്തി താജ്മഹൽ. അപ്പോൾ എന്നിട്ട് നമുക്ക് താജ്മഹൽ കാണുവാൻ വേണ്ടി ആഗ്രയിലേക്ക് പോകാം. നദ്ഹബു ഫി സ്വബാഹ്, നമ്മൾ രാവിലെ ഏർലി മോർണിംഗ് പോകും. വനഊദു ഫിൽ മസാ, എന്നിട്ട് ഈവനിങ്ങിൽ നമ്മൾ തിരിച്ചു വരും. ഫിസ് സഅത്തിൽ ഖാമിസ, എത്ര മണിക്ക്? 5 മണിക്ക് നമ്മൾ തിരിച്ചു വരും. ഇൻഷാ അല്ലാഹ്, ഇഫ് അല്ലാഹ് വിൽസ്, ദൈവം ഉദ്ദേശിച്ചാൽ. ഇതാണ് 19ാമത്തെ ചാപ്റ്ററിൽ, ഫിസ് ഓഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറയുന്നത്. ജസ്റ്റ് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു ക്ലാസ്സിലേക്ക് അധ്യാപകൻ വരുന്നു, ചാപ്റ്റർ വായിക്കാൻ പറയുന്നു കുട്ടികളോട്, എന്നിട്ട് അതിന്റെ എന്താണ് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന വേർഡ്സ് ഒക്കെ എഴുതാൻ പറയുന്നു, അതിന്റെ മീനിങ്സും എഴുതാൻ പറയുന്നു. പിന്നെ എന്താണ്, പിന്നെ ഇവരൊരു ടൂറ് പോകുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ചാപ്റ്ററിൽ പറയുന്നത്. നിങ്ങളോടും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് പ്രയാസമായിട്ട് തോന്നിയ വേർഡ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ആ ഒരു ഗ്രാമർ പോർഷനിൽ നമ്മൾ ഫിഅലുൽ അംറിന്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ, പുതിയതായിട്ട് നിങ്ങൾ കണ്ട വേർഡ്സ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുമായിരുന്നു ചാപ്റ്റർ ഉണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട. പിന്നെ നിങ്ങളോട് ഇനി പറയാനുള്ളത്, നമ്മളിപ്പോൾ ഫൈനൽ എക്സാമിലേക്കൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അറബി ട്യൂഷൻസ് ഒക്കെ അല്ലെങ്കിൽ അറബി എക്സാമിനൊക്കെ വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ നമ്മുടെ CC+ൽ അറബിക് ട്യൂഷന് പ്രത്യേകമായിട്ട് ബാച്ചുകളൊക്കെ ഉണ്ട്. നിങ്ങൾ എത്രയും വേഗം CC+ന്റെ അറബിക് ട്യൂഷൻ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു ടീച്ചറിന്റെ സപ്പോർട്ടോട് കൂടി ഫൈനൽ എക്സാം ഒക്കെ സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ, അഥവാ സിമ്പിൾ ആയിട്ട് നല്ല മാർക്കോട് കൂടി പാസ്സാകാനൊക്കെ സാധിക്കും. നമ്മുടെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ 1-to-1 ട്യൂഷൻ ആയിരിക്കും, എക്സ്പേർട്ട് ടീച്ചേഴ്സ് ആയിരിക്കും, ലൈവ് ക്ലാസ്സസ് ആയിരിക്കും, നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിങ്ങിലുമായിരിക്കും. അപ്പോൾ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വീണ്ടും പറയുകയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.